കൂലി സിനിമ തമിഴ് സിനിമയിൽ 1000 കോടി അടിക്കും. എങ്ങനെ? തലൈവർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്തിന്റെ 171ാമത്തെ സിനിമയാണ് കൂലി. ഈ സിനിമ 1000 കോടി അടിക്കുന്നു ഉറപ്പായിട്ട് പറയാൻ കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം അതാത് ഇൻഡസ്ട്രിയിലെ മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് സൗബിൻ സാഹിർ, തെലുങ്കിൽ നിന്ന് നാഗാർജുന, കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര, പിന്നെ ബോളിവുഡിൽ നിന്ന് അമീർ ഖാൻ. ഒരു പാൻ ഇന്ത്യൻ മൂവി എല്ലാവരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അവർ പറയുന്ന കഥ എല്ലാ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ എല്ലാ ഓഡിയൻസിനും ഒരേപോലെ കണക്ട് ആവണം. അതേപോലെ സ്റ്റോറി ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ ഈ സിനിമ ഉറപ്പായിട്ടും തമിഴ് 1000 കോടിയായിരിക്കും. ലോകേഷിന് ഇതിനു മുമ്പത്തെ സിനിമയായ ലിയോ 1000 കോടിയാണ് ശരിക്കും ഒരു ടാർഗറ്റ് ചെയ്തത്. ആ സിനിമയ്ക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് കാരണം വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന് സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ വലിയൊരു ഫാൻ ബേസും ഹോൾഡും ഉള്ളത്. നോർത്തിൽ അങ്ങോട്ട് അത്രയ്ക്കും ഇല്ല. സൗത്തിലും നോർത്തിലും ഒരേപോലെ ഫാൻ ബേസും മാർക്കറ്റും ഉള്ള ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അത് രജനീകാന്താണ്. ജയിലർ സിനിമയ്ക്ക് അത്രയ്ക്ക് റിസപ്ഷൻ കിട്ടാൻ കാരണം തന്നെ രജനീകാന്തിന്റെ സ്റ്റാർഡം തന്നെയാണ്. പിന്നെ ലോകേഷ് എന്ന് പറയുന്ന ഡയറക്ടർ ഈ സിനിമയ്ക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. കാരണം ചെയ്ത 5 സിനിമകളിൽ 2 സിനിമകൾ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ക്രിട്ടിക്സിൽ നിന്ന് മോശം അഭിപ്രായം വന്നത് അല്ലെങ്കിൽ മിക്സർ റിവ്യൂസ് വന്നത്. ബാക്കി 3 സിനിമകളും ഒന്നിനൊന്ന് മികച്ചതാണ്. പിന്നെ LCU എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരു യൂണിവേഴ്സും കൂടെ ലോകേഷിന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു ഡയറക്ടർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒന്നിക്കുമ്പോഴത്തേക്കും ഇതുവരെ ഇല്ലാത്ത ഹൈപ്പായിരുന്നു ഈ സിനിമയ്ക്കുള്ളത്. പക്ഷേ ഈ സിനിമ ഒരിക്കലും LCU സിനിമ അല്ല എന്നൊരു കൺഫേം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഹൈപ്പിൽ വരാൻ പോകുന്ന ഒരു ലോകേഷ് മൂവിയാണിത്. സിനിമയുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് അമീർ ഖാൻ ഒരു ക്യാമിയോ ചെയ്യുന്നതെന്നും ഒരിക്കലും ഒരു കൺഫേംഡ് ആയിട്ടൊന്നും അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. വിക്രം സിനിമയിലൊക്കെ സൂര്യ ഒരു ക്യാമറ റോളിൽ വരുമെന്ന് അവസാന നിമിഷമാണ് അവർ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടത്. അതേപോലെ ആയിരിക്കും ഈ സിനിമയിൽ ഒരു മികച്ചൊരു ക്യാമറ റോളും ചെയ്ത റോള് റോളക്സിനെ പോലെ ആ സിനിമയുടെ ലെവൽ തന്നെ മാറ്റുന്ന രീതിയിലാണെങ്കിൽ ഈ സിനിമ ലോകേഷിന് തന്നെ കരിയർ ബെസ്റ്റ് സിനിമ തന്നെ ആയിരിക്കും. അതൊരിക്കലും സ്റ്റാൻഡേർഡ് സിനിമകൾ മാത്രം കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതൊരിക്കലും നമുക്ക് LCU സിനിമകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ലോകേഷിന്റെ സ്റ്റാൻഡേർഡ് സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതായിരിക്കും ഏറ്റവും കരിയർ ബെസ്റ്റ് സിനിമ, അല്ലെങ്കിൽ ഏറ്റവും കളക്ഷൻ കൂടിയ സിനിമ, അല്ലെങ്കിൽ ഏറ്റവും കളക്ഷൻ കിട്ടിയ സിനിമ, ഏറ്റവും ക്രിട്ടിക്സിൽ നിന്ന് ഏറ്റവും മികച്ച അഭിപ്രായം കിട്ടിയ സിനിമ. അങ്ങനെ ഓവറോൾ ഇന്ത്യ മൊത്തവും പാൻ ഇന്ത്യ റീച്ച് കിട്ടിയ ഉറപ്പായിട്ട് 1000 കോടി അടിക്കും.